നമ്മുടെ ശബരിമല വിഷയം കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ്. നിസ്സാരമെന്ന് പറയാൻ പറ്റില്ല, ഒരു വിഗ്രഹ മോഷണം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗികമായ മോഷണം എന്നുള്ള നിലയിൽ നിന്ന് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കൊള്ളയുടെ രൂപരേഖയായിട്ട് അത് മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ബെഞ്ച് ഇതിൻ്റെ സൂചനകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോൾ വളരെ സജീവമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലെ പ്രവർത്തിക്കുന്ന ആളുമായിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഒച്ച നാം കുറേ നാൾ മുമ്പ് കേട്ടതാണ്. അതിതാണ്, അതായത് അന്താരാഷ്ട്ര ലേല സംഘവുമായി ബന്ധമുള്ള ഒരാളിൽ നിന്ന്, അതായത് റിലയബിളായ സോഴ്സിൽ നിന്ന് തനിക്ക് കിട്ടിയ വിവരം, ശബരിമലയിലെ മോഷണം അതിൻ്റെ വില എന്ന് പറയുന്നത് 500 കോടിയോളം ഡോളറാണ്. 500 കോടി ഡോളറിൻ്റെ മാനങ്ങളുള്ള ഒരു കച്ചവടം ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന കേസുകളൊന്നുമല്ല, SITയുടെയും ഒക്കെ പരിധി വിട്ടുപോകുന്ന മാനങ്ങളിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര ക്രൈമിൻ്റെ കേസാണ്. മിക്കവാറും നമുക്ക് സ്കോട്ട്ലൻഡ് യാർഡിൻ്റെയോ ഇൻ്റർപോളിൻ്റെയോ ഒക്കെ സഹായം വേണ്ടി വരുന്ന ഒരു കേസിലേക്കാണ് ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല. അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഇത് SITക്കോ അല്ലെങ്കിൽ ഏത് ഏജൻസിക്ക് മുമ്പിലോ ഇത് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നുള്ള സന്നിധി, അല്ലാതെ വെടിവെച്ചിട്ട് അങ്ങ് കടന്നു പോകുന്ന പരിപാടി ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക് അല്ല. എന്താണ് സാറിന്റെ? തീർച്ചയായിട്ടും ഈ നമ്മുടെ ആദ്യത്തെ സന്തോഷം നമുക്ക് മത്സരിച്ച് പണിയെടുക്കുന്ന 2 പ്രതിപക്ഷ നേതാക്കന്മാരെങ്കിലും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റാത്ത പലതും കണ്ടെത്തിയിട്ട് ജനങ്ങളോട് പറയുന്നു, അറ്റ്ലീസ്റ്റ് ജനങ്ങളോടെങ്കിലും പറയുന്നു എന്നതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചെയ്യുന്ന പണി. തീർച്ചയായിട്ടും അത് കേരളത്തിനും ഇന്ത്യക്കും ഗുണകരമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തിന്റെ പാളിച്ചകളെ, ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പ്രവർത്തനവും ജനാധിപത്യത്തിൽ നല്ലതാണ്. ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ അതിനകത്ത് കോൺഗ്രസിനകത്തെ ഒരു മത്സരം കൂടി അതിനകത്ത് ഉണ്ടാവാം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പോലെ നോട്ട് വിതൗട്ട് റെസ്പോൺസിബിലിറ്റി, ഹി ഈസ് റെഡി ടു കൺവിൻസ് ബിഫോർ ദി SIT. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അല്ലാതെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതെ ഓടിപ്പോകുന്ന പരിപാടിയല്ല ഇവിടെ. അദ്ദേഹം നേരിട്ട് പറയാൻ തന്നെത്തനാണ്, വിത്ത് ആൾ റെസ്പോൺസിബിലിറ്റി. അല്ല, അതിൽ പ്രാഥമികമായി വരാവുന്ന കാര്യം, നമ്മൾ ഒരിക്കലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ സംശയിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ വിവരങ്ങളൊക്കെ വരാൻ എന്തേ ഇത്ര വൈകി എന്നൊരു ഇഷ്യൂ ഉണ്ട്. അദ്ദേഹത്തിന് ഉള്ള ഈ പറഞ്ഞ ഇപ്പോൾ കിട്ടിയ സോഴ്സും ചാനലും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നും ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഇത് ഇത്രയും കാലം വൈകിട്ട് കണ്ടെത്തിയ ഒരു കേസ് കണ്ടെത്തിയിട്ട്, അതും ഇടതുപക്ഷ ഭരണം നടക്കുന്ന കാലത്ത് മാത്രം ഇത് പിടിക്കപ്പെടുന്നു. അപ്പൊ നമ്മളിപ്പോ കേട്ടിടത്തോളം ഈ പോറ്റിമാരുടെയൊക്കെ അവിടുത്തെ താണ്ഡവം തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, ഇന്നും ഇന്നലെയൊന്നും അല്ല, എത്ര പതിറ്റാണ്ടുകളായിട്ടുണ്ടാവും. അതിനിടയിൽ വന്ന 2 CPMന്റെ പ്രതിനിധികളായിട്ട്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ട് വന്ന 2 ചെയർമാൻമാർ, പത്മകുമാറും വാസുവും, അവരുടെ കാലത്ത് ഇതിൽ പ്രധാനപ്പെട്ട ചില നടപടികൾ നടന്നുകൊണ്ടാണല്ലോ. സ്വർണത്തെ ചെമ്പാക്കി, ചെമ്പിനെ സ്വർണം പൂശാൻ പിന്നെയും കൊടുത്തയച്ചു, അതിനെ ലോകം മുഴുവൻ കൊണ്ടു നടന്നു. ഇത്തരം സംഗതികൾ വരുമ്പോഴാണ് മറിച്ചു വിറ്റു, ചെമ്പ് ഇവിടെ പോയി, സ്വർണ്ണം ഇവിടെ പോയി തുടങ്ങിയ ചോദ്യങ്ങൾ വന്നപ്പോഴാണല്ലോ. അപ്പോ ഇത് അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ജാഗ്രതയോടെ ഈ ശബരിമലയിൽ നിന്ന് ചെന്നിത്തലയിലേക്കുള്ള ഒരു ചാനൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് എന്ത് ഗുണകരമായിരുന്നു നമ്മൾ ആലോചിച്ചു പോകുന്നു സ്വാഭാവികമായിട്ടും. ഒരുപക്ഷെ അത് അദ്ദേഹം അന്ന് ശ്രദ്ധിക്കേണ്ടി വന്നില്ലായിരിക്കാം. ഇപ്പൊ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അദ്ദേഹം നടത്തിയത്. അല്ല, അദ്ദേഹം ഇപ്പോൾ കിട്ടിയ വിവരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സമയത്താണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയതെന്നാണ് പറയുന്നത്. വിദേശ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വിവരമായിട്ട്. അല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ പറഞ്ഞ വിദേശ സോഴ്സ് അതാണ് നമ്മുടെ ഒരു സംശയം. ഇതിപ്പോ ഒരു തുമ്പ് ഇവിടുന്ന് കിട്ടിയപ്പോ അത് കൊടുക്കാൻ വേറെ പലരും തയ്യാറായതായിരിക്കാം. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇപ്പോ നമുക്ക് ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. രമേശ് ചെന്നിത്തലക്ക് അത് കിട്ടി, അദ്ദേഹം അത് മാധ്യമങ്ങളോട് പറഞ്ഞു, അത് ജനങ്ങളെ അറിയിച്ചു, നല്ല കാര്യം. പക്ഷെ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനെ അദ്ദേഹം അത് വലിയ സേവനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ശബരിമലയിൽ നിന്ന് ഈ ചെമ്പിന്റെ
പാളികൾ കടത്തിക്കൊണ്ടുപോയിട്ട്, അത് എന്താണ് പറയാ, ദ്വാരപാലക ശില്പമായാലും അവിടുത്തെ കവാടത്തിന്റെ ഭാഗമായാലും ഒക്കെ ഇത് അടർത്തിയെടുത്ത് കൊണ്ടുപോയിട്ട് കൂടി വന്നാൽ ചെന്നൈയിലോ ഹൈദരാബാദിലോ വരെ പോയി എന്നാണ്. അപ്പൊ ഇവിടെ ഈ സ്വർണം കടത്തുന്ന അല്ലെങ്കിൽ സ്വർണം വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു ഏർപ്പാട്, പ്രത്യേകിച്ച് വിജയ് മല്യയെ പോലുള്ള ആളുകൾ സംഭാവന ചെയ്ത ആൾറെഡി സ്വർണം പൂശിയത് പിന്നെ കൊണ്ടുപോയിട്ട് രേഖയിൽ അത് വീണ്ടും ചെമ്പായിത്തീരുന്നു, എന്നിട്ട് വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തയക്കുന്നു. ഇതൊക്കെയാണല്ലോ അതിന്റെ കളി. അത് സ്വർണം പൂശുന്നത് സ്പോൺസർ ചെയ്യിക്കുക എന്ന പേരിൽ ഒരുപാട് പേരോട് ഈ പോറ്റിമാര് കാശുണ്ടാക്കുന്നു. ഇതൊക്കെയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവര്. ഇതില് അതിനപ്പുറത്തേക്കുള്ളൊരു മാനത്തിലേക്ക് ചെന്നിത്തല ഈ വിഷയത്തെ കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ശരിയാവാനും സാധ്യതയുണ്ട്. കാരണം നമ്മളെ ധാരണ ഈ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാനുള്ള വഴി സ്വർണം കടത്താനാണ്. ലോക മാർക്കറ്റിൽ സ്വർണത്തിനേക്കാൾ വിലയുള്ള ചില സാധനമുണ്ട്. അതിലൊന്നാണ് ആന്റിക്കുകൾ. അപ്പൊ ആന്റിക് മാർക്കറ്റിലേക്ക് ഇത് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടാണ്. ഒന്ന്, ആന്റിക് മാർക്കറ്റ് ഇന്ത്യക്ക് പുറത്ത് വലിയ വിപണിയാണ്. അപ്പൊ ഇതിനൊരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മാനം മാറി. ഇന്ത്യ കൂടി വന്നാൽ സൗത്ത് ഇന്ത്യയിൽ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞു കേട്ട പേര് ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ്, അതുവരെയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുമല്ല, അതിനും അപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് ഇതിനൊരു ഗ്ലോബൽ അജണ്ട. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഇഷ്യൂ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു ആഗോള ഇഷ്യൂ ആക്കി മാറ്റുന്നത് സാക്ഷാൽ ചെന്നിത്തലയാണ്. അത് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടേൺ ആണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്വർണത്തേക്കാൾ വിലയുള്ള ഒരു ആഗോള മാർക്കറ്റാണ് ആന്റിക് മാർക്കറ്റ്. ആ മാർക്കറ്റ് ഇന്ത്യക്ക് പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ ഈ വിഗ്രഹങ്ങളോ ശില്പങ്ങളോ അല്ലെങ്കിൽ കവാടങ്ങളോ കൊണ്ടുപോയത് സ്വർണത്തിന്റെ വിലക്ക് വിൽക്കാനാവില്ല. കാരണം സ്വർണത്തേക്കാളേറെ ശബരിമലയിലെ നൂറ്റാണ്ടുകൾ, അത് അതിനൊരു ഡേറ്റിംഗ് ഉണ്ടാവുമല്ലോ, എന്താ പറയുന്നത്, കാർബൺ ഡേറ്റിംഗ്, അത് വെച്ചിട്ട് ഇത്ര നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പക്ഷേ അവിടുന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആന്റിക് മാർക്കറ്റിലേക്ക് എങ്ങാനും ശബരിമലയുടെ ഓരോരോ ഭാഗങ്ങൾ ഒരു കൊച്ചു ശില്പമോ ഒരു വിഗ്രഹമോ തൊട്ട് ഈ കവാടങ്ങൾ വരെ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ പോലുള്ളത് പോയാൽ അതിന്റെ പുറത്ത് പൂശിയത് ചെമ്പോ സ്വർണമോ നോക്കിയിട്ടല്ല അതിന് വില നിശ്ചയിക്കുക. ഇതിന് എത്ര കാലത്തെ പഴക്കം നോക്കിയിട്ടാണ്. ഈ കാലപ്പഴക്കത്തിനനുസരിച്ച് കോടികൾ ഡോളറായി മറിയുന്ന ഒരു മാർക്കറ്റാണത്. ആ മാർക്കറ്റിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വർണമാണോ ചെമ്പാണോ എന്നുള്ളതല്ല പ്രശ്നം, ശബരിമലയിൽ നിന്ന് എന്തൊക്കെ പോയി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആരൊക്കെ സ്വർണം മോഷ്ടിച്ചു എന്നതല്ല അന്വേഷിക്കേണ്ടി വരിക, ആരൊക്കെ എന്തൊക്കെ നൂറ്റാണ്ടുകളായി, അതിനിടയിൽ പതിറ്റാണ്ടുകൾക്കുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്തെല്ലാം വിലപ്പെട്ട ആന്റിക്കുകൾ ശബരിമലയിൽ നഷ്ടപ്പെട്ടു എന്നാണ്. ആ നിലയിൽ ഒരു അന്വേഷണം പോലും നമ്മൾ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അത് ഓർക്കണം സാറ്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ആരാണ് അവിടെ സ്വർണം പൂശാൻ കൊണ്ടുപോയത്. അപ്പൊ അവിടെ ആദ്യം ഉണ്ടായിരുന്ന സ്വർണം ആയിരുന്നല്ലോ, അപ്പോൾ ഏതാണ്ട് അവിടെ വിജയ് മല്യൊക്കെ നേരത്തെ പൂശിയ സ്വർണം പിന്നെ എങ്ങനെ ചെമ്പായി, പിന്നെ അത് ആര് പൂശാൻ കൊണ്ടുപോയി, എന്നിട്ട് എവിടെ പോയി സ്വർണം വിറ്റു, എവിടെ പോയി വീണ്ടും സ്വർണം, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സ്വർണവും ചെമ്പും അല്ല യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്നും അദൃശ്യമായിട്ടുള്ള ആന്റിക്വിറ്റിയാണ്. അതാണ് അപൂർവമായ അമൂല്യമായ, സാറ് പറഞ്ഞതുപോലെ അമൂല്യമായ ആന്റിക്കുകൾ നഷ്ടപ്പെട്ടു. പുരാവസ്തു പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഇതിന്റെ വിലയിടാൻ അറിയാവുന്ന ഒരാളെ ലേലമാണല്ലോ, വില ഇങ്ങനെ കൂടി വരും. ഇതിന്റെ ശരിയായ വില അറിയാവുന്ന, ഇതുപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിട്ട് കോടാനകോടീശ്വരനാവാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ എറണാകുളത്തായിരുന്നു. അദ്ദേഹം ഇപ്പൊ അകത്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? നമ്മുടെ വലിയ തട്ടിപ്പ് വീരനുണ്ടായിരുന്നല്ലോ. ഇത് പഴയത് കളവ് മുതൽ മോഷണം ഇന്ത്യയിൽ എമ്പാടും ഉണ്ടായിരുന്നു മാഷേ. അതായത് ഇന്ത്യയുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുപോവുക, വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു. മാവുങ്കൽ അത് ശരി, മോൺസൺ കാരണം അങ്ങനെയുള്ളവർക്കാണ് ഇതിന്റെ വില അറിയാവുന്നത്. അദ്ദേഹം വേറൊരു വ്യാജം കൂടെ ചെയ്തു. ശബരിമലയെക്കുറിച്ച് ഒരു ചെമ്പോല ഉണ്ടാക്കി വെച്ചിട്ട് തന്നെത്താനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇത്രയും പഴക്കമുള്ളതാണ്. അത് ഇത്രയും ഇതിന് പഴക്കം കൂട്ടി പറയുമ്പോലും അല്ലെങ്കിൽ പഴക്കം കൂട്ടി രേഖകൾ ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത്. അതറിയാവുന്നയാള് മാവുങ്കലാണെന്ന് ഞാൻ പറയുന്നത്. വേറൊരു കാര്യമുള്ളത്, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വിഗ്രഹങ്ങൾ, പഞ്ചലോക വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ ധാരാളമായിട്ട് കടത്തിക്കൊണ്ട് പോകുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അതിനെക്കുറിച്ച് പതിവായിട്ടൊരു പങ്ക്തി അവരുടെ എഡിറ്റോറിയൽ പേജിൽ തന്നെ എഴുതിയിരുന്നു. ഇങ്ങനെയുള്ളത്
വലിയ പ്രശ്നമായി തീർന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് അവിടെ ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടി കരാറുണ്ടാക്കി. അങ്ങനെ കരാർ ഒപ്പിട്ട ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എനിക്കിപ്പോൾ നിശ്ചയമില്ല. എന്തായാലും ശരി, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദുബായിൽ പോയത് വെറുതെ ആവാൻ ഇടയില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഒരു ഏജൻ്റായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ ശബരിമലയുടെ പരിപാവനത, അതിൻ്റെ ആ പരിശുദ്ധി, അതിൻ്റെ ആ പുരാവസ്തു മൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടം നടന്നിരിക്കാനുള്ള, അപ്പോൾ അതിൻ്റെ മാനങ്ങൾ ഇത്രയൊന്നും അല്ല. അത് തീർച്ചയായിട്ടും ആഗോള മാനങ്ങൾ വേണ്ടി വരും. അന്വേഷണ കമ്മീഷൻ ഇത് പോരാ, ഇത് NIA വേണ്ടി വരും. ആ തരത്തിലെ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ അതുപോലെ തന്നെ ഇൻ്റർപോളിൻ്റെയും സഹായത്തോടു കൂടിയുള്ള അന്താരാഷ്ട്ര സഹകരണത്തോടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അന്വേഷണത്തോട് സഹകരിക്കുമെന്നല്ലേ? സഹകരിക്കുമെന്നാണ്. അദ്ദേഹം അത് മുന്നോട്ട് പോട്ടെ, ആ അന്വേഷണം മുന്നോട്ട് പോട്ടെ. ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഈ പറഞ്ഞ ഇതുവരെ എത്തി നിൽക്കുന്ന അന്വേഷണത്തെക്കാളും ഒക്കെ ഞെട്ടിക്കുന്ന കഥകൾ അദ്ദേഹത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. രമേശ് ചെന്നിത്തലക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം. തീർച്ചയായിട്ടും. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.